പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, വരുന്ന 11-ാം തീയതി ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അരീക്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ നമ്മളൊന്ന് പരിശോധിക്കുക. അഴിമതിയിലും അതുപോലെ തന്നെ ഓഡിറ്റ് ഒബ്ജക്ഷൻ്റെ പേരിലും ഒക്കെ തന്നെ അന്വേഷണം നേരിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് കിട്ടിയ ഒരു ബാങ്കിലെ ജീവനക്കാരെയും ഡയറക്ടർമാരെയും തന്നെയാണ് ഈ പ്രാവശ്യവും ഇടതുപക്ഷം അരീക്കോട് പഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുക. 2-ാം വാർഡിൽ സുരേഷ് ബാബു ബാങ്കിൻ്റെ ഡയറക്ടറാണ്. 3-ാം വാർഡിൽ മത്സരിക്കുന്ന കണ്ടേകൽ അബ്ദുറഹ്മാൻ ബാങ്കിലെ കളക്ഷൻ ഏജന്റും ജീവനക്കാരനുമാണ്. 4-ാം വാർഡിൽ മത്സരിക്കുന്ന ബീന ബാങ്കിന്റെ കളക്ഷൻ ഏജന്റാണ്. 6-ാം വാർഡിൽ തഴത്തങ്ങാടിയിൽ മത്സരിക്കുന്ന ബാബു ബാങ്കിന്റെ ജീവനക്കാരനാണ്. 8-ാം വാർഡിൽ മുൻ ബാങ്ക് മാനേജറുടെ ഭാര്യയാണ് മത്സരിക്കുന്നത്. 14-ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, ബാങ്കിന്റെ കളക്ഷൻ ഏജന്റാണ്. 16-ാം വാർഡിൽ ബാങ്ക് ജീവനക്കാരൻ TC കുഞ്ഞിപ്പ അവിടെ മത്സരിക്കും. 18-ാം വാർഡിൽ ഫാറൂഖ് ITI വാർഡിലാണ്, ബാങ്കിലെ ജീവനക്കാരനാണ്, അവിടെ മത്സരിക്കുന്നത് ഫാറൂഖാണ്. 19-ാം വാർഡിൽ ഡയറക്ടർ അലിയാണ് മത്സരിക്കുന്നത്. 20-ാം വാർഡിൽ ബാങ്കിന്റെ പെൻഷൻ എത്തിക്കുന്ന ഒരാളെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതല്ലാതെ ഈ അഴിമതിയും അതുപോലെ തന്നെ അന്വേഷണമൊക്കെ നേരിട്ടിട്ടുള്ള ആ ബാങ്കിലെ ആളുകളെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും മത്സരിപ്പിച്ചു. ഈ പ്രാവശ്യവും അവരെ തന്നെ ഒരു 10ഓളം ആളുകളെ വീണ്ടും അരീക്കോട് പഞ്ചായത്തിൽ ഇവർ ഗോതയിൽ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പഞ്ചായത്ത് കഴിഞ്ഞ 15 വർഷമായി ഭരിച്ച ഐക്യ ജനാധിപത്യ മുന്നണി, ആ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിക്കുന്നത്. ഈ ബാങ്കിലെ അഴിമതി, ആ അഴിമതിക്ക് നേതൃത്വം കൊടുത്തവരും അതിനുള്ളിലുള്ളവരെയും വീണ്ടും പഞ്ചായത്തിലേക്ക് മാറ്റിപ്രതിഷ്ഠിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല, അതിനനുവദിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. ഇവിടെ UDFന്റെ ഉറച്ച കോട്ടയായ അരീക്കോട്ട് ജനാധിപത്യ ബോധമുള്ള, രാജ്യത്തിന്റെ വികസനം കാക്ഷിക്കുന്ന, മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പമുണ്ട് എന്നും നിങ്ങളുടെ ബാങ്ക് മാഫിയയുടെ ഈ ഏർപ്പാട് കാലങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പോരടിക്കുന്ന, അതിന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ, പാരമ്പര്യമുള്ളവരെയൊക്കെ തടഞ്ഞ് ഇത്തരം ആളുകൾക്കുമായി മത്സരിക്കാനുള്ള വേദിയാക്കി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് UDFന് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്.